നമസ്കാരം, ശ്രീധറായാണ്. ഞാനിന്ന് വന്നേക്കണത് ജൂൺ 21 തീയതി അന്താരാഷ്ട്ര യോഗാ ദിനം, ലോകം മൊത്ത യോഗാ ദിനം ആചരിക്കുമ്പോ ഞങ്ങളുടെ ചെറായിലുള്ള 105 വയസ്സായ ഉപേന്ദ്രനാചാര്യ ഇപ്പോഴും യോഗ പഠിപ്പിക്കണ, അതായത് ഇദ്ദേഹം നോക്ക് 105 വയസ്സായിട്ട് ഇപ്പോഴും യോഗ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു കാര്യം വേറൊന്നുമല്ല, ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എത്തിക്കണം ഉദ്ദേശമാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. സുരേഷ് ഗോപിനെ പോലുള്ള നേതാക്കന്മാരുടെ അടുത്ത്, കേന്ദ്രമന്ത്രിമാരുടെ അടുത്ത് ഇതൊന്ന് എത്തിച്ചിട്ട് ഇദ്ദേഹത്തെ പറ്റി പ്രധാനമന്ത്രി അറിയണം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. 105 വയസ്സായിട്ടും യോഗ, അത്രയേറെ ആളുകളെ യോഗ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഉപേന്ദ്രൻ, വയസ്സ് 105. 105 വയസ്സായി. എത്ര നാൾ മുമ്പാണ് ഇപ്പൊ യോഗയൊക്കെ തുടങ്ങി? 57 മുതൽ പഠിക്കുന്നതാണ്. 1957 മുതൽ യോഗ ചെയ്യണേണ്. ഇപ്പൊ എത്ര സ്ഥലത്തെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്? എന്തോരം ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്? എത്ര പേര് പഠിപ്പിച്ച്? ഇപ്പോ ഞങ്ങൾ പുറമേ പോയി ചെട്ടിക്കാട്, മൂത്തകുന്നം, ചേന്നമേലം, പറവൂര്, ആലുവ, കടുങ്ങല്ലൂര്, ഇങ്ങനെ പല സ്ഥലത്തും ഞങ്ങൾ പോയി പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സൗകര്യം, ചിലപ്പോൾ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. എങ്കിലും ഇതാരെങ്കിലും പഠിക്കണമെന്ന് വന്നാൽ അവിടെ പഠിപ്പിച്ചിരിക്കും. ഇപ്പോഴും 105 വയസ്സായിട്ട് നല്ല ഉഷാറോടെ നിക്കണ കാര്യം യോഗ ചെയ്തിട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ചെയ്യണ ജോലി ഇന്നും എനിക്ക് ചെയ്യാം. ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്റെ ജോലി. പൊതുവെ ഞങ്ങൾക്ക് തന്നു. അല്ലെങ്കിൽ ആളുകൾ പറയും, വയസ്സായിട്ട് വയസ്സിനെ കൊണ്ട് പണിയെത്തിക്കുന്ന ആളുകൾ ഒരു പരാതി പറയും. അത് വേണ്ട, അതെങ്ങനെ വിട്ടോട്ടെ. ഉപേന്ദ്രനാചാര്യോട് ഒന്ന് വീഡിയോ ഒന്ന് എടുക്കണം, കുറച്ച് യോഗ ഒന്ന് ചെയ്ത് കാണിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോ യാതൊരു സങ്കോചവും കൂടാണ്ട് അദ്ദേഹം വന്നിട്ട് ആ അടുത്ത് മുണ്ട് മാറ്റി യോഗക്ക് വേണ്ട ഡ്രസ്സ് ഇട്ടിട്ട് ആള് വന്നിട്ട് ആ യോഗ ചെയ്യണം. മാത്രമല്ല ചെയ്യണോ, ഒപ്പം നമുക്കത് എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഗുണങ്ങള് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് തന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ യോഗകൾ കാണിച്ചത്. ഓരോ യോഗകളുടെയും പേരുകൾ പറഞ്ഞ് അത് ചെയ്താലുള്ള ഗുണങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മൾക്കൊക്കെ ആകെ ഇതായി പേര്, ഇത്രയും ചെറുപ്പമുള്ള നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ശരീരം അത്രയും വഴങ്ങിയെന്ന് വെച്ചാൽ എത്ര കൊല്ലങ്ങളായി, 1954 മുതൽ ഇദ്ദേഹം ഈ യോഗ ചെയ്യണ ആളാണ്. അദ്ദേഹത്തിന്റെ ആ മെയ് വഴക്കവും ഉഷാറായിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനെയൊക്കെ നമ്മൾ പ്രധാനമന്ത്രിയുടെ അടുത്ത് എത്തിക്കണം. കാരണം യോഗയെ ലോകം മുഴുവൻ എത്തിച്ച പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴും യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 54 എന്റെ കൂടെ ഉണ്ടായി 3 പേരുണ്ടായി, അവസാനം ഞാൻ മാത്രമാണ് ഇത് ചെയ്തതെന്ന് പുള്ളിക്കാരൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലുള്ള ആളുകളെയൊക്കെ നമുക്ക് പ്രധാനമന്ത്രിയുടെ അടുത്ത് എത്തിക്കണം. ഈ യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി അവരുടെ പേര് പറയണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടാ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണെന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പറയും. ആഗ്രഹം നമുക്ക് നടത്തി കൊടുക്കാൻ സാധിക്കും. ചെറിയൊരു ആഗ്രഹമാണ്. അദ്ദേഹം തന്നെ നേരിട്ട് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം നടത്തിക്കൂടാൻ ഈ വീഡിയോ നമ്മൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ഈ യോഗാ ദിനത്തിൽ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്കെങ്കിലും പ്രധാനമന്ത്രി പറഞ്ഞാൽ നന്നായിരിക്കും. ഇതിൽ അദ്ദേഹം പറയണമെന്ന് കേൾക്കാട്ടാ. അപ്പൊ അവന്റെ ആഗ്രഹം എന്താണ്? എന്റെ ആഗ്രഹം പ്രധാനമന്ത്രിയെ കാണണം. ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകം ആ മഹാനുഭാവന് കൊടുക്കണം. അതിന്റെ പ്രാഥമികമായിട്ട് ഞാൻ സുരേഷ് ഗോപിക്കൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. അങ്ങേർക്കും കൊടുക്കണം. ഇത് എന്റെ ആഗ്രഹമാണ്. അങ്ങേര് വന്നപ്പോൾ ഇതിന് ചെനപ്പ് പൊട്ടാൻ തുടങ്ങിയത് അന്നേ വിചാരിച്ചാണ്. ഇവിടുത്തെ എല്ലാവരും വിചാരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിനും എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇത് നമുക്ക് പ്രാവർത്തികമാക്കണം, ഇവിടെ നിയമനം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നിയമനം പോലും നടത്തിയല്ല. ഇല്ല, അത് നിയമനം നടത്താമെന്ന് വേണ്ടി ഒരു ജസ്റ്റിസ് നരേന്ദ്രൻ അങ്ങനെ മരിച്ചുപോയി. എന്നെ വിളിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ഇത് പ്രാവർത്തികമാക്കണം. ഞാനും ഉണ്ട്, പഠിച്ച ഞാനും എടുക്കുന്നുണ്ട്. അപ്പം എല്ലാം വികസിക്കണമെന്ന് അദ്ദേഹം മരിച്ചുപോയി. അല്ലെങ്കിൽ കുറേ സ്ഥലത്ത് ഇത് അങ്ങേര് പറഞ്ഞ നടത്താൻ ആളുകളുണ്ടായിരുന്നു. അവരെ ഇതിൽ തന്നെ സ്കൂളുകളും ആശുപത്രികളൊക്കെ ഉണ്ട്, അവിടെ തന്നെ തുടങ്ങിയാൽ പോരേ. എന്നാലും ധാരാളം ആളുകൾ അങ്ങനെ ജസ്റ്റിസ് നരേന്ദ്രൻ ഹൈക്കോട്ടെ ജഡ്ജിയായിരുന്നാണ്, റിട്ടയറായി. ഞങ്ങളെ സംസാരിച്ച് പിന്നീടാണ് അദ്ദേഹം അസത്തരായിരുന്നു.
അതും നമുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് അഞ്ഞൂറ് പറഞ്ഞാൽ എല്ലാവരും വകവയ്ക്കും. ഇവിടെ ഒരു നിയമനം മറ്റുള്ള പഞ്ചായത്ത് ഇന്ന് ഉള്ള കാശ് മുഴുവൻ കോടിക്കണക്കിന് അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ അതിനെ കുറ്റം പറയില്ല. ആചാര്യന്റെ ജീവിതാഭിലാഷം പ്രധാനമന്ത്രിക്ക് ഈ പുസ്തകം കൈമാറി അദ്ദേഹത്തിൽ നിന്ന് ഇതിന് ജീവശ്വാസം ഉണ്ടായി ലോകം മുഴുവൻ വ്യാപിക്കണമെന്നുള്ളതല്ലേ? അതെ, അതാണ് എന്റെ പ്രധാന ആഗ്രഹം. നമ്മുടെ നമ്മളിത് പ്രധാനമന്ത്രിയുടെ എത്തിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും. പ്രധാനമന്ത്രിക്ക് കൊടുക്കണമെന്നുള്ള എന്റെ അതിയായ ആഗ്രഹമാണ്. അത് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ കൂടി ഇതിന് പ്രാഥമികമായിട്ട് അത് വളഞ്ഞത് അത് വികസിപ്പിക്കാൻ നോക്കിയിരുന്നു. ഇപ്പോഴും പറയുന്നുണ്ട് യോഗ ചെയ്യണമെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ എന്റെ സ്മാരകമായിട്ട് ഒരു പുസ്തകം കൊടുക്കണം എന്റെ മനസ്സിലാഗ്രഹമുണ്ട്. അത് കൊടുത്താൽ എനിക്ക് വളരെയധികം സമാധാനം സന്തോഷവും വളരെയധികമുണ്ട്. പിന്നെ അതിൽ വരുന്ന യോഗയിൽ വരുന്നതാണ്. നിങ്ങൾ ആര് വന്നാലും ശരി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. അത് പ്രത്യേക റീസൺ എനിക്ക് വേണ്ട. ഇത് വളരെ അതായത് നമ്മൾക്കൊക്കെ ഒരു പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഈ യോഗാ ദിനത്തില് ഇദ്ദേഹത്തെ കുറിച്ച് സമൂഹം അറിയേണ്ടത് അനിവാര്യമാണ്. കാരണം ഈ 1957 ഇദ്ദേഹം തുടങ്ങിയെന്നുണ്ട് യോഗ തുടങ്ങിയത്. പ്രധാനമന്ത്രി ഈ യോഗാ ദിനം ആരംഭിച്ചതിന് ശേഷമാണ് യോഗ ലോകരാജ്യങ്ങളിലടക്കം എത്താൻ തുടങ്ങിയത്. അപ്പൊ ഇദ്ദേഹത്തെ പോലുള്ളവര് ഈ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ പോലുള്ളവർ നമ്മൾ എത്തിക്കണം. അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഈ 105-ാം വയസ്സിലെ സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിച്ച് കൊടുക്കണം. ഒരു അഭ്യർത്ഥനയും. താങ്ക് യു.